മല്ലി, മല്ലി, എവിടെ പോയി കിടക്കുന്നില്ല? ആരെങ്കിലും കാണും, വേഗം പോയിക്കോളൂ. ചെടി, ഞാൻ എന്താടി ഇവിടെ കണ്ടത്? എന്റെ ജീവിതം കൊണ്ടാണ് കളി. നീ ഈ നിമിഷം അവിടെ കേട്ട് കെട്ടണം. ഇറങ്ങടി പുറത്ത്. കൊച്ചമ്മ, ഇതിനൊക്കെ ഈ ഉള്ളവളെ മാത്രം കുറ്റം പറഞ്ഞാൽ മതിയോ? എന്നെ മാത്രം ഇറക്കി വിട്ടാൽ മതിയോ? അതെ സൗദാമിനി, അവൾ പറയുന്ന കാര്യമാണ്. എന്ത് സൗദാമിനി, കണ്ടതും കേട്ടതും മറക്കുന്നതാണ് നിനക്ക് നല്ലത്. എന്ന് വെച്ചാൽ ഞാൻ ഇതിനൊക്കെ കൂട്ടി നിൽക്കണമെന്നോ? നീയുമായി ബന്ധപ്പെടുന്നതിന് മുൻപും ഞങ്ങൾ ഇങ്ങനൊക്കെ തന്നെ ഇവിടെ കഴിഞ്ഞുകൂടിയിരുന്നു. ആ, സാരമില്ല, ക്ഷമിച്ചോളാ. വരട്ടെ. നീ രണ്ടു കാലിൽ നടക്കുന്ന കണ്ടപ്പോൾ ഒരു മനുഷ്യനാണെന്ന് കരുതി. സിദ്ധയ്യന് ഇതിൽ കാര്യമില്ല. സിദ്ധയ്യന് മാത്രമേ ഇതിൽ കാര്യമുള്ളൂ. സിദ്ധയ്യൻ എത്ര ഉച്ചത്തിൽ വിളിച്ചാലും സിദ്ധവന് പറയാനുള്ളത് പറയും. ഒരു കൊടിച്ചപ്പട്ടിയുടെ നന്ദി പോലും കാണിക്കാത്ത കഴുതേ. എടാ പട്ടി, നീ എന്നെ തല്ലിയല്ലേ? പാല് തന്നെ കഴിക്കാണല്ലോ നീ കൊത്തിയത്. ഞാൻ ഇതിന് നിന്നോട് എന്തെങ്കിലും പകരം ചോദിക്കും, ഓർമ്മിച്ചോ? ഇനിയും ഇവിടെ നിന്ന് നാവനക്കിയാൽ നിന്റെ ശവം ഞാൻ എടുപ്പിക്കും. നിൽക്കണം. നിങ്ങൾക്ക് എങ്ങനെ ഇവിടെ വെച്ച് ഇതിനൊക്കെ ധൈര്യം വന്നു? ഈ ധൈര്യം എന്റെ കൂടപ്പിറപ്പാണ്. നിങ്ങളെ ഭർത്താവാക്കിക്കൊണ്ട് ഞാൻ എന്റെ തെറ്റ് തിരുത്തുകയായിരുന്നു. സ്വപ്നം പോലും കാണാൻ കഴിയാത്ത സ്നേഹവും സ്ഥാനവുമാണ് നിങ്ങൾക്ക് ഞാൻ തന്നത്. എന്റെ മനസ്സിലും ഈ സ്വത്തിലും. അതിനിപ്പോൾ എന്ത് സംഭവിച്ചെന്നാ പറയുന്നത്? ഒന്നും സംഭവിച്ചില്ല അല്ലേ? ഒരു കാര്യം ഇപ്പൊ തന്നെ പറഞ്ഞേക്കാം. മേലാൽ ഇത്തരം കാര്യങ്ങളിൽ എന്നെ നിയന്ത്രിക്കാൻ മെനക്കെട്ടരുത്. കണ്ണുപിടിക്കണ്ട. ഭർത്താവ് ജീവിച്ചിരിക്കുമ്പോൾ എന്നെ പിടിച്ച നിന്റെ ന്യായം തന്നെയാണ് എനിക്കും പറയാനുള്ളത്. എനിക്ക് നിന്നെ കൊണ്ട് മാത്രം തൃപ്തിപ്പെടാൻ കഴിയില്ല. സാധനങ്ങളെല്ലാം കയറ്റിയോ? ഓ, കയറ്റി. വാ മോളെ. ബേബി എവിടെ കൊണ്ടുവന്നു? ഇവിടെ നടക്കുന്നതെല്ലാം നിങ്ങൾ കാണുന്നില്ലേ ലക്ഷ്മിയമ്മേ? എനിക്കിനി ആകുള്ളത് എന്റെ ഈ മകൾ മാത്രമാണ്. ഇവൾ ഈ ചുറ്റുപാടിൽ വളരാൻ പാടില്ല. ഞാൻ ഇവളെ
ബോർഡിങ്ങിൽ കൊണ്ടാക്കാൻ പോകുകയാണ്. വാ മോളെ. നിങ്ങൾക്ക് എന്താണ് അറിയേണ്ടതെന്ന് വെച്ചാൽ എന്നോട് ചോദിക്കോ, ഞാൻ പറയാം. ഓഹോ, നേരിട്ട് സംസാരിച്ചു തുടങ്ങിയോ? കുറച്ചു വർഷങ്ങളായല്ലോ നേരിട്ട് സംസാരിച്ചിട്ട്. ഇനി സംസാരിക്കാതിരിക്കാൻ വയ്യ. ആരാണ് ചിത്രം താഴെയിട്ട് നശിപ്പിച്ചത്? എന്റെ മകളാണ്. അവൾ അത്രയ്ക്ക് ധിക്കാരമോ? പറയാനുള്ളത് എന്നോട് പറഞ്ഞാൽ മതി. അപ്പോൾ നിന്റെ അറിവോട് കൂടിയാണ് അവൾ ഇത് ചെയ്തത്? അതെ, ഞാൻ നേരത്തെ ചെയ്യേണ്ടിയിരുന്നത് അവൾ ഇപ്പോൾ ചെയ്തു എന്ന് കരുതിയാൽ മതി. സൗദാമിനി, ഇതിന്റെയൊക്കെ അർത്ഥം എനിക്ക് മനസ്സിലായി തുടങ്ങുന്നുണ്ട്. എങ്കിൽ ഇനി പറയാൻ ഞാനൊന്നും ബാക്കി വയ്ക്കുന്നില്ല. എത്ര പണം വേണമെങ്കിലും തരാം. ദയവ് ചെയ്ത് ഈ ബന്ധത്തിൽ നിന്നും ഒന്ന് ഒഴിഞ്ഞു തരണം. ഓഹോ, അതിനാണോ ഈ ബഹളമൊക്കെ? ഇല്ല, ഞാനങ്ങനെ മാറിത്തരാൻ വിചാരിക്കുന്നില്ല. നാട്ടുകാരെന്നെ നോക്കി ചിരിക്കുമെന്ന് കരുതിയാണ് ഇത്രയും നാൾ ഞാൻ ഇത് ആവശ്യപ്പെടാതിരുന്നത്. ഞാൻ മാറിത്തന്നില്ലെങ്കിൽ എന്റെ കഴുത്തിന് പിടിച്ച് പുറത്തു തള്ളുമെന്ന് പറയാനാണോ തമ്പുരാട്ടിയുടെ ഭാവം? അതിനെനിക്ക് ഇപ്പോഴും ഇവിടെ ആളുകളും അധികാരവുമുണ്ട്. പക്ഷെ ഒരു കാര്യം, ഞാൻ ഇവിടെ ഒന്നും ഇറങ്ങുമ്പോൾ അമ്മയുടെയും മകളുടെയും ജീവൻ എന്റെ കയ്യിലുണ്ടായിരിക്കും. അതോർത്ത് മതി ഇനി എന്തെങ്കിലും പ്രവർത്തി. സിദ്ധയ്യ, കൊച്ചമ്മയെ കണ്ടിട്ട് കുറെ നാളുകളായി. സിദ്ധയ്യന് അങ്ങോട്ട് വരാൻ വയ്യല്ലോ. ഞാനെങ്കിലും വന്ന് കാണേണ്ടതായിരുന്നു. പക്ഷേ സിദ്ധയ്യന്റെ മുഖത്ത് നോക്കാൻ പോലും. കൊച്ചമ്മേ, കൊച്ചമ്മ കരയുന്നു. ഇനി എനിക്കതിന് മാത്രമേ കഴിയുള്ളൂ. പിടിച്ചു നിൽക്കാൻ ജീവിതത്തിൽ ഒരു പുൽക്കൊടി പോലും ഇല്ല സിദ്ധയ്യ. ശേഖരൻ ഇപ്പോഴും അക്കാര്യം അവരോട് ചോദിക്കേണ്ട സിദ്ധയ്യ, അതവരുടെ വിധിയാണ്. അതോർത്തല്ല ഞാനിപ്പോൾ ദുഃഖിക്കുന്നത്. എന്റെ മകൾ ബേബിക്കുഞ്ഞ് എന്തു പറ്റി? അവളാണ് സിദ്ധയ്യ എന്നെ ഏറ്റവും അധികം വെറുക്കുന്നത്. മനസ്സറിഞ്ഞ് എന്നെ അമ്മയെന്ന് വിളിക്കാൻ പോലും ഇന്നവൾ തയ്യാറല്ല. കൊച്ചമ്മേ, അത്രയധികം മകളിന്ന് അവരെ വേദനിപ്പിക്കുന്നുണ്ട്. അവളെങ്കിലും എന്നെ മനസ്സിലാക്കിയിരുന്നെങ്കിൽ. മനസ്സിലാക്കും കൊച്ചമ്മേ. ഇല്ല സിദ്ധയ്യ, എനിക്ക് വിശ്വാസമില്ല. കഴിയുന്നിടത്തോളം എല്ലാം ഞാൻ സഹിക്കും. കഴിയാതെ വരുമ്പോൾ കൊച്ചമ്മേ, ഞാൻ പോകുന്നു സിദ്ധയ്യ.
கடவுளே, உயிர் போச்சு, பேக் போனே போச்சு. ஃபைல் போச்சா, லைஃபே போயிடுமே. ஐயோ, உயிர் போச்சு, ബാക്കിൽ എലുമ്പേ പോச்சு. അയ്യോ കടവളെ, രണ്ട് എലുമ്പും പോச்சு. അപശകനം എവിടെ നോക്കി സാമി നടക്കുന്നത്? അയ്യോ മன்னிക്കണം, ക്ഷമിക്കണം, എക്സ്ക്യൂസ് മീ, മാഫ് കരോ. വേറെ ഭാഷ എന്ന് പറഞ്ഞൂടെ? നോൺസെൻസ്. ഓ അയ്യോ കടവളെ, ഉയിര് പോകുന്നു. സൗദാമിനിയമ്മേ, ഇപ്പൊ ഈ ശുപ്പുവരുടെ ജീവചരിത്രം കഴിഞ്ഞു പോകുമായിരുന്നു. ഇന്ത കുഴന്തയെ ഇങ്ങനെ കയറൂരി വിടാമോ? എവിടെയെങ്കിലും പോയി ഇടിച്ചു തകരില്ലേ? പോയി തകരട്ടെ സ്വാമി. എന്താണ് സൗദാമിനിയമ്മേ ഈ പറഞ്ഞത്? സ്വന്തം മകളല്ലേ? അവളെ തടുത്തു നിർത്താൻ ഇവിടെ ഇപ്പോൾ ആർക്കും ശക്തിയില്ല. 10 മാസം ചുമന്നു പെറ്റ് എന്നെ പോലും തട്ടി മാറ്റിയിട്ടാണ് അവൾ പോകുന്നത്. അവളുടെ ഇഷ്ടത്തിന് വിടുകയേ നിവർത്തിയുള്ളൂ. ബേബി, ഹാവ് ദിസ് ഡ്രിങ്ക്. കഴിക്കണം പ്ലീസ്. Cheers. ബേബി ഇത് കഴിക്കണ്ട. എഴുന്നേക്ക്, വീട്ടിലേക്ക് പോവാം. ബേബി, ഇവൻ ആരാണ്? എനിക്കറിയില്ല. എനിക്ക് ബേബിയെ നല്ലപോലെ അറിയാം. ബേബിയുടെ തറവാടും അറിയാം. നിങ്ങൾ ആരായിരുന്നാലും കടന്ന് പുറത്തു പോകണം. ബേബിയും കൊണ്ട് ഞാൻ പോവും. എന്നെ നിങ്ങൾ കൊണ്ടുപോകുമോ? അതെ, ആ വലിയ തറവാട്ടിൽ ജനിച്ച ഒരു പെൺകുട്ടി ഇങ്ങനെ ഇവന്മാരുടെ കൂടെ കൂത്താടാൻ ഞാൻ അനുവദിക്കില്ല. നടക്ക് വീട്ടിലേക്ക്. ഞാൻ വരുന്നില്ല. വരുന്നില്ലേ? നടക്കേ. അവളെ വിടാനാണ് പറഞ്ഞത്. വിട്ടില്ലെങ്കിലോ? You get out. നിന്റെ ഈ പോക്ക് നീ നിർത്തിയില്ല അല്ലേ? എന്താ ഇന്ന് വേഗം വരാൻ തോന്നിയത്? ഞാൻ വിളിച്ചോണ്ട് വരികയായിരുന്നു. എവിടുന്ന് അവളെ കൂട്ടിക്കൊണ്ടുവരുന്നത്? ക്ലബിൽ നിന്ന്.
ഒരുതരം കൂട്ടുകാരുമൊത്ത് നശിക്കാൻ തുനിയെന്ന് കണ്ടപ്പോ ഞാൻ ബലമായി പിടിച്ച് കാറിലിട്ടുകൊണ്ട് വന്നത്. നിങ്ങൾ അങ്ങനെ ചെയ്യാൻ കാരണം? ഈ തറവാട്ടിലൊരു പെൺകുട്ടി ഇങ്ങനെ നശിക്കുന്നു കണ്ടപ്പോ അല്പം വിഷമം തോന്നി, അതുകൊണ്ടാ. നിങ്ങൾ ആരാ? ഞാൻ ഈ കുടുംബത്തോടും ഇവിടുത്തെ ആൾക്കാരോടും സ്നേഹമോ ബഹുമാനമോ എന്താ പറയേണ്ടത്? ആ, അങ്ങനെ എന്തെങ്കിലും ഉള്ള ഒരാളാണെന്ന് കരുതിയാൽ മതി. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. കൊച്ചമ്മയുടെ ഈ കൈകൾ കൊണ്ട് ഒരുപാട് ആളുകൾക്ക് ആഹാരം വിളമ്പി കൊടുത്തിട്ടുള്ളതല്ലേ, അതനുഭവിച്ചിട്ടുള്ളവരിൽ ഒരാളാണ് ഞാനും എന്ന് കരുതിയാൽ മതി. എന്നാലും പറഞ്ഞാൽ മനസ്സിലാവുമല്ലോ. കുട്ടിക്കാലത്ത് ഞാൻ ഈ എസ്റ്റേറ്റിലൊക്കെ ഉണ്ടായിരുന്നു. കൊച്ചമ്മ അതൊന്നും ഓർക്കുന്നുണ്ടാവില്ല. ആര് പറഞ്ഞാലും അനുസരിക്കാത്ത ഒരു പ്രകൃതക്കാരിയാണ് എന്റെ മകൾ. നിങ്ങൾക്ക് അവൾ അനുസരിപ്പിക്കാൻ കഴിഞ്ഞതിൽ എനിക്ക് അത്ഭുതം തോന്നുന്നു. നിങ്ങളോടതിനെ എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. നന്ദി തോന്നുമെങ്കിൽ പറഞ്ഞു തീർക്കണമെന്നില്ല, പ്രവൃത്തി കാണിച്ചാൽ മതി. എന്ന് വെച്ചാൽ? ഞാൻ കാര്യമായ തൊഴിലൊന്നും ഇല്ലാത്തവനാണ്. എനിക്കിവിടെ എന്തെങ്കിലും ജോലി കിട്ടിയ കൊള്ളാം. ഡ്രൈവർ, നീയോ? അതെ, കൊച്ചമ്മയ്ക്ക് എങ്ങോട്ടാ പോകേണ്ടത്? ഇങ്ങോട്ട് കയറിയാട്ടെ. നിന്നെ ആരാ അവിടെ നിയമിച്ചത്? ഞാനാ. ഓഹോ, അമ്മ ഇപ്പോൾ റൗഡികളെല്ലാം വിളിച്ചാണോ ജോലിക്ക് വെക്കുന്നത്? അവൻ റൗഡിയല്ല. ഇനി നിനക്ക് വെളിയിൽ പോണമെങ്കിൽ അവനായിരിക്കും കാർ ഓടിക്കുക. എന്നാ എനിക്കിവിടെ ഡ്രൈവർ വേണ്ട. അവൾ അവളുടെ കൂട്ടുകാരുമായിട്ട് ബന്ധപ്പെടുത്തരുത്. ആ കാർ എടുത്ത് കൂടെ പോകൂ. പുതിയ ഡ്രൈവർ കൊള്ളാമല്ലോ. മകൾക്കൊരു കാവൽക്കാരൻ കൂടി ആയിരിക്കും. ഈ ധിക്കാരത്തിന്റെ അർത്ഥം ചിരിച്ചു കാണിക്കാനല്ല പറഞ്ഞത്. നീ ഞങ്ങളുടെ ഡ്രൈവർ ആണെങ്കിൽ എന്നെ അനുസരിക്കണം. വണ്ടി മാറ്റിയിടണം. ഇത്രയധികം സ്പീഡ് വേണോ ബേബി? എന്റെ സ്പീഡ് നിയന്ത്രിക്കലാണോ നിന്റെ ജോലി? അതും കൂടിയാണ്. മനസ്സിലാവുന്നുണ്ട്. ഇതിനൊക്കെ ഞാൻ അമ്മയോട് പറഞ്ഞോളാം. ക്ലബിൽ എത്താൻ വൈകുന്നു. താൻ കാർ മാറ്റി തരുന്നുണ്ടോ? കാറ് മാറ്റാം, പക്ഷേ ബേബി ക്ലബിൽ പോവില്ല. എന്ത്? ഇന്ന് മാത്രമല്ല, ഇനി ഒരിക്കലും. എന്റെ കാര്യത്തിൽ നീ എന്തിനാ ഇത്ര വാശി പിടിക്കുന്നത്? ഞാൻ അതിന് കടപ്പെട്ടവനാണ്. കടപ്പെട്ടവനോ? അതെ, ബേബിക്ക് എന്നെ മനസ്സിലായി കാണില്ല. മനസ്സിലാക്കണമെന്നില്ല. നമ്മൾ ഒരുമിച്ച് കളിച്ചു വളർന്നവരാണ്. കളിച്ചു വളർന്നവരോ? കള്ളം. ഞാനിങ്ങനെ ഒരാളെ ഓർക്കുന്നില്ല. സിദ്ധയൻ എന്ന കാര്യസ്ഥനെ ഓർക്കുന്നു. അദ്ദേഹത്തിന്റെ മകനെ ഓർക്കുന്നു. കുട്ടിക്കാലത്ത് നിനക്ക് ആ കൂട്ടുകാരനെ ഉണ്ടായിരുന്നുള്ളൂ. ആ പ്രഭാകരനാണ് ഞാൻ. ആ പയ്യൻ 15-ാം വയസ്സിൽ നാട് വിട്ടു. മറുനാട്ടിൽ പല ജോലികളും ചെയ്ത് ജീവിക്കുകയായിരുന്നു. ഇപ്പൊ അച്ഛന് വയസ്സായി. ഇനി ഈ നാട്ടിൽ എന്തെങ്കിലും ജോലി ചെയ്ത് ജീവിക്കാമെന്ന് വിചാരിച്ചു. അതിന് കൽപ്പിച്ച ജോലി ചെയ്താൽ മതി. എന്നെ ഉപദ്രവിക്കണമെന്നുണ്ടോ? ഉപദ്രവിക്കുകയല്ല, സഹായിക്കുകയാണ്. ബേബിക്ക് ഇപ്പൊ അത് പറഞ്ഞാൽ മനസ്സിലാവില്ല. ആ, എനിക്ക് ഒരു ഉപകാരം ചെയ്ത കൊള്ളാം. തൽക്കാലം ഞാൻ ആരാണെന്ന് ബേബി ആരെയും അറിയിക്കാതിരിക്കണം. അപ്പോൾ ഇതിന്റെ പിന്നിലൊരു ഗൂഢാലോചന ഉണ്ടല്ലേ? അല്ല,
നല്ല ആലോചന. എനിക്കൊന്നും കേൾക്കണ്ട. ബേബി, ബേബി, ഇത്രയും വലിയ മാറ്റം നിനക്ക് എങ്ങനെ ഉണ്ടായി? എനിക്കൊരു മാറ്റവുമില്ല. എന്നെ വെറുതെ വിട്ടേക്കണം. இது நிஜமா? இந்த பேபி குழந்தையின் திமிரு கொஞ்சம் அடங்கி என்பதும் நிஜமா? എന്താ സ്വാമി ഈ പാടുന്നത്? இல்ல, நம்ம புது டிரைவர் பிரபாகரன் இல்ல, மிடுக்கன் மிடுமிடுக்கன், வெரி கிளவர் பாய். അതെന്താ? அம்மா பேபி குழந்தையோட திமிரு கொஞ்சம் அவன் அடக்கிയില്ലേ? இந்த பெണ്ണും ഒരു കുതിരയെത്താൻ കടിഞ്ഞാൻ പിടിക്കാൻ ഒരാൾ വേണം. അവൻ എങ്ങനെ ഇവിടെ വന്ന് പെട്ടു എന്നാണ് എനിക്കറിയാത്തത്. അവൻ ആരാണെന്ന് സ്വാമിക്കറിയാമോ? അവൻ ആരും ആകട്ടെ, നമ്മുടെ സൗദാമിനി കൊച്ചമ്മയുടെ ഭാഗ്യമെന്ന് കരുതിയാ മതി. That's all. ഇനി ഒരാളുടെ തിമിര് കൂടെ അടക്കാനുണ്ട്. ആരുടെയാ? ആ കുതിരക്കാരന്റെ, അല്ലാതെ ആരുടെയാ? ഒന്ന് പതുക്കെ പറയൂ സ്വാമി. എന്താ സ്വാമി പറയുന്നത്? ആര് ചെല്ലപ്പനോ? വാങ്ങോ വാങ്ങോ വാങ്ങോ. ആരെയോ അടക്കണം എന്നൊക്കെ പറയുന്നത് കേട്ടല്ലോ. അത് ഞാനൊരു തമാശ പറഞ്ഞതല്ലേ. ഈടായിട്ട് ചെല്ലപ്പൻ നന്നായിട്ട് വെളുത്തിട്ടുണ്ടല്ലോ, നല്ല ഗ്രാമർ. ചെല്ലപ്പാ അല്പം മാറ്റി പിടിക്കൂ, തോക്കാണ് വെരി ഡേഞ്ചർ, പൊട്ടും. ചെല്ലപ്പാ തോക്ക് വീട്ടിൽ പോയിട്ട് തുടയ്ക്കാമല്ലോ. സ്വാമി, ഇങ്ങനെയൊക്കെ തമാശ പറയുമ്പോൾ സൂക്ഷിക്കണം കേട്ടോ. ചിലപ്പോ ഇവൻ അറിയാതെ സ്വാമിക്ക് നേരെ പൊട്ടും. അച്ഛൻ കത്തയച്ച് എന്നെ വരാൻ പറഞ്ഞപ്പോ ഞാനിതൊന്നും വിചാരിച്ചതേ അല്ല. മോനെ, ആ കുടുംബം ഇന്ന് നാശപ്പെട്ടു പോയത് ഞാൻ കാരണമാണ്. മകളെ ഓർത്ത് ആ അമ്മ ദുഃഖിക്കുന്നത് കണ്ടപ്പോ എനിക്കത് താങ്ങാനായില്ല. അച്ഛൻ വിഷമിക്കണ്ട. ആ കുറ്റബോധത്തിൽ നിന്നും അച്ഛനെ ഞാൻ രക്ഷിക്കും. എനിക്ക് അത് മതി മോനെ. ഞാൻ കയറ്റിവിട്ട ആ കുതിരയെ നീ അവിടുന്ന് ഇറക്കി വിടണം. എന്നാലേ എനിക്ക് മനസമാധാനം ഉണ്ടാവും. മോനെ, നിന്റെ മുമ്പിൽ വെച്ച ആ മൃഗം എന്നെ ചവിട്ടി ഇറക്കിയത് ഞാനതൊന്നും മറന്നിട്ടില്ല അച്ഛാ. എല്ലാം എനിക്ക് നല്ലപോലെ ഓർമ്മയുണ്ട്. ഇന്നവൻ ആ അമ്മയെയും മകളെയും കൊല്ലാക്കൊല ചെയ്യാണ് മോനെ. അറിയാം അച്ഛാ. അച്ഛൻ ആഗ്രഹിക്കുന്നത് ഞാൻ നിറവേറ്റുക തന്നെ ചെയ്യും. എന്റെ മോനെ, വണ്ടി നിർത്തണോ? ചെല്ലപ്പ, അവന്റെ ആ സൂക്കേടൊന്ന് മാറ്റി കൊടുത്തിട്ട് വാ. എടാ കിഴവ, നീ നിന്റെ ഈ തുപ്പൽ അവസാനിപ്പിക്കില്ല അല്ലേ? ഇല്ലടാ ഇല്ല. എന്റെ മരണം വരെ ഞാൻ തുപ്പും. ഫു! ചിലപ്പോ നല്ലല്ലേ? എടാ, നീ ഇത് തുടർന്നാൽ അതോടെ നിന്റെ കഥ അവസാനിപ്പിക്കും. ചെല്ലപ്പന്റെ പണിയാണിത്. അച്ഛാ, അച്ഛാ, അച്ഛാ. ആ ചെല്ലപ്പൻ എവിടെയുണ്ടോ? അവനവിടെ ഉണ്ടല്ലോ. എന്താണ് സമാചാരം? ഒന്നുമില്ല. എന്നാ പയ്യൻ ശരം പോലെ പോണത്? പയ്യൻ മൂടി ശരിയല്ലേ?
താൻ എന്തിനാണോ ആ പാവം കിഴനെ തല്ലിയത്? ഇവിടുത്തെ മുതലാളി പറഞ്ഞിട്ട്. മുതലാളി പറഞ്ഞ തല്ലും അല്ലേ? വേണ്ടി വന്ന മുതലാളി പറയാതെയും തല്ലും. കാണണോ? என்னது கலாட்டா? நான் சொல்றது கலங்கோ, விடுங்கோ. என்னது விளையாடுதா? அடிக்காதீங்க, அடிக்காதீங்க. ரத்தம். நான் நல்லது நினைச்சு சொன்னேன். என் பல்லு போச்சு. அடிக்கணும். இடி, இடி. മേടുമെടുക്കൻ സമ്മതിച്ചിരിക്കുന്നു. ആള് ശക്തൻ തന്നെ. ഇനി അയാളെ തൊട്ടുപോകരുത്. ഇപ്പോഴിനി തുറന്നില്ല. ഇനിയും തല്ലിയാൽ അവൻ ചത്തുപോകും. പ്രഭാകര, ഇനിയും ഇവിടെ ജോലി ചെയ്യണമെന്നില്ല. ഉടനെ പോയിക്കുള്ളൂ. ഞാൻ കാരണം ഇതൊന്നും സഹിക്കാൻ ഇടയാവരുതേ. അദ്ദേഹത്തെ നേരിടാൻ എനിക്ക് ശക്തിയില്ലാഞ്ഞിട്ടല്ല കൊച്ചമ്മേ, കൊച്ചമ്മ ഇവിടെ ഉണ്ടായിരുന്നുകൊണ്ടാണ്. ചിലപ്പോൾ ഇതിലപ്പുറവും നീ അനുഭവിക്കേണ്ടി വരും. അതുകൊണ്ട് ഇവിടെ നിന്ന് പോകുന്നതാണ് നിനക്ക് നല്ലത്. ഇല്ല കൊച്ചമ്മേ, കൊച്ചമ്മ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ ഇവിടുന്ന് പോവില്ല. കുഞ്ഞിനോട് ഞാനൊരു കാര്യം പറയട്ടെ. സ്വന്തം അമ്മയോട് കാണിക്കാത്ത സഹതാപം കുഞ്ഞ് ഞങ്ങളോട് കാണിക്കണ്ട. ഇതിനാണ് കുഞ്ഞോട് വന്നിട്ടുള്ളതെങ്കിൽ കുഞ്ഞ് പോയാട്ടെ. അച്ഛാ, ഈ മകളെ ഓർത്തിട്ടാണ് ആ അമ്മ നീറിക്കൊണ്ടിരിക്കുന്നത്. അത് ഈ മകൾ മനസ്സിലാക്കുന്നുണ്ടോ? ഒരു മകൾക്കും ഇതുപോലുള്ള ഒരു അമ്മ മനസ്സിലാകില്ല. എന്തുകൊണ്ട്? 10 മാസം ചുമന്ന് പ്രസവിച്ച അമ്മയെ ഒരു മകൾക്ക് മനസ്സിലായില്ലേ, പിന്നെ ആർക്കാണ് മനസ്സിലാവുക? എന്റെ വേദന നിങ്ങൾക്ക് ആർക്കും അറിഞ്ഞുകൂടാ. ഞാൻ പോകുന്നു. ബേബി, 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 ആർക്കും അറിയാത്തൊരു ദുഃഖം ബേബിക്കുണ്ടെങ്കിൽ എന്നോടെങ്കിലും അത് തുറന്നു പറയൂ. ആ ദുഃഖം പങ്കിടാൻ എന്നോട് ആരും ആവശ്യപ്പെടരുത്.
മറുനാട്ടിലെ ജോലി ഉപേക്ഷിച്ച് ഞാൻ ഇങ്ങോട്ട് വന്നതെന്തിനാണെന്നറിയാമോ? ഞാൻ നിങ്ങളുടെ കാർ ഡ്രൈവറുടെ വേഷം കെട്ടിയെന്തിനാണെന്നറിയാമോ? നിങ്ങളെ നിങ്ങളുടെ ദുഃഖത്തിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടിയാണ്. അതിനി ആർക്കും കഴിയില്ല. കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പറയൂ ബേബി, ബേബിയുടെ ഭാഗത്താണ് ന്യായമെങ്കിൽ ഞാൻ ബേബിയുടെ കൂടെ ഉണ്ടാവും. എന്തായാലും എന്നോട് പറയൂ. പറയൂ. പറയാം, എല്ലാം ഞാൻ പറയാം. അങ്ങനെ എന്റെ അച്ഛനെ അമ്മ കൊല്ലുകയായിരുന്നു. പറയൂ, ഞാൻ എന്റെ അമ്മയെ എങ്ങനെ സ്നേഹിക്കും? മനസ്സറിഞ്ഞ് എങ്ങനെ അമ്മയെന്ന് വിളിക്കും? ഇപ്പോഴെങ്കിലും നിങ്ങൾക്ക് എന്നെ മനസ്സിലാകുന്നുണ്ടോ? മനസ്സിലാക്കുന്നു. പക്ഷെ എന്ത് ദുഃഖത്തിന്റെ പേരിലായാലും നിന്റെ ഈ ജീവിതം എനിക്ക് മനസ്സിലാകുന്നില്ല. ഈ ജീവിതം എനിക്കൊരു മുഖം മൂടിയാണ്. എന്റെ ദുഃഖം മറക്കാനുള്ള മുഖം മൂടി. ഞാൻ പറയുന്നു, ആ മുഖം മൂടി നീ ഇവിടെ വെച്ച് വലിച്ചെറിയണം. ഇല്ല, എനിക്കതിന് കഴിയില്ല. എങ്ങനെയോ സംഭവിച്ചു പോയൊരു തെറ്റിന്റെ പേരിൽ വർഷങ്ങളായി തീ തിന്നു കഴിയുകയാണ് നിന്റെ അമ്മ. നീ വെറുക്കുന്ന അമ്മ എന്നെ മരിച്ചു പോയിരിക്കുന്നു. ബേബി, നിന്റെ ഈ പ്രതികാരം ആ അമ്മയുടെ ശവത്തോടാണ്. കഴിയുമെങ്കിൽ അത്രയെങ്കിലും മനസ്സിലാക്കുന്നു.